ക്രാഫ്റ്റ് ആൻഡ് സീരീസിൽ ഇന്ന് ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു അടിപൊളി പെൻ ഹോൾഡറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ബഡ്സിൻ്റെ ബോട്ടിലാണ്. കൂട്ടുകാർക്ക് വേറെ വല്ല ബോട്ടിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്സാണ് ഉപയോഗിക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചാണ് ഈ പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം എത്രണ്ണമെന്ന് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് എണ്ണി നോക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. ആർഭാടങ്ങൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല, ചുമ്മാ ഒരു സിമ്പിളായിട്ട് കൂടുതൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെൻ ഹോൾഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ വേറെ ആർഭാടം എന്ന് വെച്ച് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ എന്നേ ഉദ്ദേശിച്ചു. പിന്നെ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് കൂട്ടുകാർക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നും പറയുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൂട്ടുകാർക്ക് കറക്റ്റ് മനസ്സിലാവില്ല. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ ഏകദേശം പെട്ടെന്ന് പിടികിട്ടും. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുക, ഇതിങ്ങോട്ടാക്കുക അതിങ്ങോട്ടാക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ കൂട്ടുകാർക്ക് വലിയൊരു പിടുത്തം കിട്ടില്ല. അപ്പോൾ സ്റ്റിക്സൊക്കെ വെച്ചിട്ടുള്ള എങ്ങനെയെന്നുള്ളത് വീഡിയോ നേരിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സ്റ്റിക്സ് ഗം ചെയ്ത് കൊടുക്കുക. പിന്നെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലുള്ള മോൾഡ് എടുക്കാൻ വേണ്ട, സ്ക്വയറോ ട്രയാങ്കിളോ ഏത് ഷേപ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു മോൾഡാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ള മോൾഡിനനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ഷേപ്സിലുള്ളതും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനെ പെൻ ഹോൾഡർ തന്നെ ആക്കണമെന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഡെക്കറേഷൻസിന് വേണ്ടി ഫ്ലവർ വേസൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ടേബിൾ ഡെക്കറൊക്കെ ആയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്ലവറൊക്കെ വെച്ച് ഒന്ന് വെക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പെൻ ഹോൾഡറായി ഉപയോഗിക്കുക എന്നുള്ളത് ആ മൈൻഡിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫ്ലവർ വെച്ചിട്ടും അങ്ങനെ ഫ്ലവർ വേസ് ആക്കിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റിബൺ വെച്ച് ഗമ്മ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ഡെക്കറേഷൻ. ഇപ്പോൾ മനസ്സിലായില്ല, എന്താ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഡെക്കറേഷന് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതാണ് നമ്മുടെ പെൻ ഹോൾഡർ ഉപയോഗിക്കേണ്ടത്. ഞാൻ പെൻ ഹോൾഡറായിട്ടും ഫ്ലവർ വേസൊക്കെ ആയിട്ടും ഉപയോഗിച്ചു.